നമ്മൾ ഈ നാട്ടിലെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇനിയുണ്ട് ഒരുപാട്. കാരണം ഈ പുറത്തൊക്കെ പ്രത്യേകിച്ച് വിദേശത്ത് ഇപ്പൊ പറയാൻ പോകുന്നത് ദില്ലിയിലേക്കാണ് പോകുന്നത്. പക്ഷെ അല്ലാതെ ഈ വിദേശത്തൊക്കെയുള്ള ആളുകൾ മലയാളികൾ ഓണം ആഘോഷിക്കുന്ന പറഞ്ഞാൽ വർഷം മുഴുവൻ ഓണാഘോഷം അവർക്ക് കാണാം അല്ലേ. അപ്പൊ നമുക്കിനി ദില്ലിയിലെ ആഘോഷം ഓണാഘോഷം എങ്ങനെയുണ്ടെന്ന് നോക്കണം. മറുനാട്ടിലും ഓണം കെങ്കേമമാക്കിയിരിക്കുകയാണ് ദില്ലി മലയാളികൾ. വീടുകളിലെ ആഘോഷങ്ങൾക്കപ്പുറം ഒന്നിച്ചോണമാണ് ദില്ലിക്കാർക്ക് പ്രധാനം. മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ് ആഘോഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. സദ്യയും കഥകളിയുടെ അടക്കമുള്ള വിപുലമായ പരിപാടികളൊക്കെ ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ഓണം സന്തോഷവും സമാധാനവും ആയുരാരോഗ്യമൊക്കെ നൽകട്ടെ എന്നും നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രചരിപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്. നോബിൾ, അപ്പോൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആദ്യം തന്നെ സുന്ദരനായിട്ട് നോബിൾ രാവിലെ തന്നെ പുഞ്ചിരിയോടെ. അപ്പോൾ നോബിൾ, ഓണാശംസകൾ. അപ്പോൾ കേരളത്തിലെ ആഘോഷത്തിന്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുവരികയാണ്. അങ്ങനെ കണ്ടിപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തി, ദില്ലിയിലേക്ക് എത്തി. അപ്പോൾ ദില്ലിയിൽ എങ്ങനെയാണ്, എത്രത്തോളം ഒരു ആഘോഷം കാണാനുണ്ട് ഓണത്തിന്റെ? നോബിൾ. രണ്ടുപേർക്കും ഓണാശംസകൾ. ഒപ്പം വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ദില്ലിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ദില്ലിക്കാരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്, ഓണാഘോഷങ്ങൾ ആരംഭിക്കുന്നത് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നാണ് വേണം പറയാൻ. കാരണം ദില്ലിയെ സംബന്ധിച്ച് എല്ലാവരും പല ജോലിക്കും അത്തരത്തിൽ ആവശ്യങ്ങൾക്ക് ദില്ലിയിലേക്ക് വന്നവരാണ്. അവരൊക്കെ സ്വന്തം വീടുകളിലേക്കാൾ കൂടുതൽ ഇങ്ങനെ ക്ഷേത്രങ്ങളിലെത്തി ഇവിടെ ഓണം ആഘോഷിക്കുന്ന ഒരു പതിവാണ് എല്ലാ വർഷവും കണ്ടുവരുന്നത്. രാവിലെ ആളുകൾ അങ്ങോട്ട് എത്തി തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അമ്പലത്തിന് മുന്നിലാണെങ്കിൽ പൂക്കളമൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അകത്ത് വലിയ വിശാലമായൊരു പൂക്കളം ഇടുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ ആളുകൾ ധാരാളമായി എത്തുന്ന ഒരു ക്ഷേത്രമാണ്. നമുക്ക് കാണാൻ കഴിയും മലയാള തനിമയിൽ മലയാള വസ്ത്രമൊക്കെ ധരിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒരുപാട് പേർ ഇങ്ങോട്ട് ഇത്തരത്തിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി, ഓണത്തിന്റെ പ്രാർത്ഥനകൾക്ക് വേണ്ടി, ഒപ്പം അത്തരത്തിൽ രാവിലെ തന്നെ എത്തുന്നൊരു കാഴ്ചയാണ് എന്താണെങ്കിലും ഉള്ളത്. ഇതാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന്റെ ഏറ്റവും മുന്നിലായി തന്നെ വലിയൊരു പൂക്കളം എന്താണെങ്കിലും ഇട്ടുണ്ട്. അതിനുശേഷമാണ് പുറത്ത് മറ്റു പൂക്കളം കൂടി സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ വലിയ പൂക്കളം തന്നെയാണ്. ദില്ലിയിലാണെങ്കിലും പൂക്കളത്തിലൊന്നും ഒരു തരത്തിലുള്ള കുറവും വരുത്തിയിട്ടില്ല. നമുക്ക് കൃഷ്ണനെയും ഒക്കെ കാണാൻ കഴിയുന്ന അത്തരത്തിൽ വലിയ മനോഹരമായൊരു പൂക്കളം, അതും വളരെ പണിപ്പെട്ട് തന്നെ ഇട്ടാണ്. ഒപ്പം അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കേരളത്തിലെ, അതായത് ഒരു കേരളം എങ്ങനെയാണോ അത് തന്നെയായിരിക്കും സാധാരണഗതി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എത്തുമ്പോൾ. ദില്ലിയാന്നൊരിക്കലും ഒരു ഫീൽ ആർക്കും ഉണ്ടാകാറില്ല. ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ എത്തുന്നുണ്ട്. എവിടെ നിന്നാണ് ഏട്ടാ? എവിടെ നിന്നാണ്? മയൂർ വിഹാർ ഫേസ് എല്ലാ വർഷവും ഇവിടെയാണോ? അതെ അതെ, ഇപ്പോൾ കുറേ വർഷങ്ങൾ. നമസ്കാരം, ഞാൻ നാട്ടിൽ ആലപ്പുഴയാണ്. ഡൽഹിയിൽ 10-35 വർഷമായി. പ്രഹ്ലാദ്പൂർ എന്ന് പറയും, ബദർപൂർ സൈഡിൽ നിന്നാണ് വരുന്നത്. എല്ലാ വർഷവും ഓണത്തിനോട് വരാറുണ്ട്. നാട് മിസ് ചെയ്യാറുണ്ട് ഓണ സമയത്ത്? പിന്നെ നാട്ടിലെ വൈബ് ഒന്നും വേറെയല്ലേ, ഇവിടുത്തെ വൈബും വേറെയാണ്. പക്ഷേ ആഘോഷങ്ങൾ ഡൽഹിയിലാണ് കൂടുതലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടിൽ അല്പം ഒരു മാസമൊക്കെ നീണ്ടത്തേക്ക് ആഘോഷങ്ങളാണ്, അസോസിയേഷനിലൊക്കെ ആഘോഷങ്ങൾ വരുന്നതാണ്. ഇതിപ്പം ഒരു ഒക്ടോബർ വരെ കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്മസ് പിന്നെ ഒരു മാർച്ച് വരെ പോകും. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതികൾ. ഏതാണെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ രാവിലെ തന്നെ ക്ഷേത്ര പരിസരത്തോട് നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മഞ്ചാടിക്കുരുവൊക്കെ ഒരുപാട് ഇങ്ങനെ നിരത്തി വെച്ചു. നമുക്ക് നാട്ടിലെ ക്ഷേത്രങ്ങളിലെ കാണുന്ന പോലെ തന്നെ ഇവിടെയും ഉത്തര ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പാട്ടും ഒക്കെ ആയി ഒരുപാട് ആളുകളൊക്കെ എന്തായാലും എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളിയല്ലേ? നാട്ടിലാണ് എവിടെയാണോ ബെറ്റർ? ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ നമ്മുടെ ആഘോഷം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ? ഇവിടുന്ന് എല്ലാ വർഷവും വരും. ഇതാണ് നാട്ടിൽ ഓണമായിട്ട് നമുക്ക് ഇവിടെ താരതമ്യം ചെയ്യാൻ പറ്റുക. നാട്ടിൽ ഓണം കൂടിയിട്ടുണ്ടോ? ഉണ്ട്, കൂടിയിട്ടുണ്ട്. വ്യത്യാസം തോന്നാറില്ലേ? അല്ല, ഇവിടെ കുറെ കൂടെ ഓണാഘോഷമാണ്. 2-3 മാസം നിറഞ്ഞ ഓണാഘോഷമല്ല. അസോസിയേഷന്റെ വക, ഓരോരോ സംഘടനയുടെ വക, അമ്പലത്തിലാണെങ്കിലും എല്ലായിടത്തും സദ്യകളൊക്കെ നമ്മള് വൈബ് കുറച്ച് സമയം അധികം ഉണ്ടെന്ന് തോന്നും. അതായത് നാട്ടിലൊക്കെ ആണെങ്കിൽ തിരുവോണം കഴിഞ്ഞാൽ പിന്നെ ഓണം കഴിഞ്ഞു. ദില്ലിയെ സംബന്ധിച്ച് ഈ തിരുവോണം തൊട്ട് അങ്ങോട്ട് അസോസിയേഷനിലേക്ക് ഒരുപാട് ഓണങ്ങൾ വരാറുണ്ട്, അത്തരത്തിൽ ഓണാഘോഷങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസം നീണ്ടുനിൽക്കുന്ന ആഘോഷമായിരിക്കും എപ്പോഴും ദില്ലിയെ സംബന്ധിച്ച് ഓണാഘോഷം എന്ന് പറയുന്നത്. രാവിലെ തന്നെ അമ്പലത്തിനകത്തേക്ക് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തും. അതിനുശേഷം ഇവിടെ ഉച്ചയ്ക്ക് വിശാലമായ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിപുലമാണ് ദില്ലിയിലെയും ഓണം. ദില്ലിയിൽ ഓണാഘോഷിക്കാൻ വേണ്ടി ആളുകൾ എല്ലാവരും, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ദില്ലി മലയാളികൾക്കും അതോടൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ മലയാളികൾക്കും ആശംസകളായി പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ സന്ദേശങ്ങൾ എത്തും. ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്താണെങ്കിലും ഓണാശംസകൾ എല്ലാവർക്കും നേരുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ദില്ലിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്ന മയൂർ വിഹാർ ക്ഷേത്രത്തിലാണ് ഞാൻ ഉള്ളത്. അല്പസമയത്തിന് കൂടുതൽ ആളുകൾക്ക് എത്തുന്നതോടെ വീണ്ടും ക്ഷേത്രം സജീവമാകും. അതോടൊപ്പം തന്നെ ഓണാഘോഷങ്ങളും. അതാണ്, ഓണാഘോഷവും ഗംഭീരമാക്കുകയാണ് ദില്ലിയിലെയും മലയാളികൾ എന്നുള്ളതാണ്. എല്ലാവരും മലയാളികൾ എവിടെയുണ്ട് അവിടെയൊക്കെ ആഘോഷത്തിന്റെ ദിവസം തന്നെയാണ്.